ഇപ്പം സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ നാൾവഴികളെടുത്ത് പരിശോധിച്ചാൽ തന്നെ ഇതുമാതിരി ഒരു ശ്രേണിയാണ്. ആദ്യമേ സ്വർണ്ണക്കള്ളക്കടത്ത് മറ്റേ ബാഗേജ് വഴി കടത്തി, നയതന്ത്ര ബാഗേജ് വഴി കടത്തിയെന്നായിരുന്നു. അതിനുശേഷം പിന്നീട് അത് എവിടം വരെ എത്തിയത്, ബിരിയാണി ചെമ്പിൽ വരെ എത്തി. പിന്നെ കൈതോല പായ, ഈ ഇന്നോവ കാറൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പിലെയാണ് കൈതോല പായയിൽ ചുരുട്ടിയെടുത്തിട്ട് ഇത് കൊണ്ടുപോയത്. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഓരോ ഇലക്ഷന് ബന്ധപ്പെട്ടും ഇങ്ങനെ ഉയർന്നു വരാറുണ്ട്. അതിനെ കാണുന്നത് അത്തരം പ്രതിഭാസങ്ങളെ ഈ മഴയിൽ കുരുത്ത തകരകളെ പോലെ അത് വരികയും പോവുകയും ചെയ്യും. അന്വേഷണങ്ങൾ നടക്കട്ടെ. SFIയുടെ അന്വേഷണത്തിനെതിരെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആ വ്യക്തി കൊടുത്ത ഇതാണ് അന്വേഷണം ഓൾറെഡി നടക്കുന്നുണ്ടല്ലോ. SFIയുടെ കൂടെ അന്വേഷണം നടത്തുന്നത് എന്തിനാണ് എന്നുള്ളത് എപ്പോഴും ഈ ഒരു വ്യക്തിയെ ലൈം ലൈറ്റിൽ നിർത്തുക എന്നുള്ളത് മാധ്യമങ്ങളെല്ലാം കൂടെ ചേരുന്ന ഒരു പണിയാണ്. ഇപ്പൊ തന്നെ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയുണ്ട് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച്. ഇലക്ട്രൽ ബോണ്ടിൽ 1700 കോടി രൂപ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിയിരിക്കുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയാണ്. അത് കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ്. അന്നേരം ഇലക്ട്രൽ ബോണ്ട് നടപ്പിലാക്കരുതെന്ന് പറഞ്ഞ് അതിശക്തമായി വാദിച്ച ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ CPIM മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പൊ ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ നാട്ടിൽ നടക്കുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എടുത്ത് ഊതിപ്പെരിപ്പിച്ച് ബലൂണിങ് എഫക്ട് എന്നൊക്കെ അതിന് പറയും. അപ്പൊ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഇത് ചെറിയ കാര്യമാണെന്നാണോ? ഇത് ചെറിയ കാര്യമാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കോടികൾ കൊടുത്ത് ഒരു അഭിഭാഷകനെ, സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനെ ഈ ചെറിയ കാര്യത്തിന് ഇറക്കിയിരിക്കുന്നത്? സാർ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഏജൻസി അന്വേഷിക്കുന്നതിന് യാതൊരു മടിയില്ല, അന്വേഷിച്ചോട്ടെ. ഇപ്പൊ KSIDC കൊടുത്തു എന്നൊരു അതിന്റെ പൊതു ഡൊമൈനിൽ, പബ്ലിക് ഡൊമൈനിൽ അതിനെക്കുറിച്ചൊന്നും വന്നില്ല. ഇപ്പൊ ഷോൺ ജോർജ് പറഞ്ഞത് മാത്രമേ നമുക്കറിയുള്ളൂ. KSIDC എന്താണ് ഇന്ന് കോടതിയിൽ പറഞ്ഞതെന്നുള്ളത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല. താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതൊന്ന് വാട്സപ്പ് ചെയ്തു തന്നു കഴിഞ്ഞാൽ അത് വായിച്ച് നോക്കാമായിരുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ അഭിപ്രായം പറയാമായിരുന്നു. അല്ലാതെ ഒരു കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ KSIDC ഇങ്ങനെ ഒരു ഞങ്ങളല്ല കുറ്റക്കാർ, ഇന്ന ആളുകളാണ് കുറ്റക്കാർ, CMRലും പിന്നെ ഈ പറഞ്ഞ കണക്കുപോലെ കമ്പനിയാണ്, എക്സാലോജിക്കുമാണ് കുറ്റക്കാരെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അതുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കി തരണമെന്നൊക്കെ ഹൈക്കോടതിയിൽ. അല്ല ഡോക്ടർ, KSIDCയുടെ പ്രതിനിധിയായിട്ടുള്ള അഭിഭാഷകൻ ഇന്ന് എന്താണ് കോടതിയിൽ പറഞ്ഞതെന്ന് എനിക്കും അതിൽ വ്യക്തതയില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, KSIDC എന്തിനാണ് SFIO അന്വേഷണം തന്നെ പാടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്? തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തിനാണ് ഭയക്കുന്നത്? ഏത് അന്വേഷണം വരട്ടെ, സ്വാഗതം ചെയ്യുമെന്ന് പറഞ്ഞ് നേരത്തെ അറിയാലോ, CPMൻ്റെ നേതാക്കന്മാർക്ക് അങ്ങനെയല്ലേ പറഞ്ഞ്. MV ഗോവിന്ദൻ, AK ബാലൻ, EP ജയരാജൻ എല്ലാവരും പറഞ്ഞു ഏത് അന്വേഷണം വരട്ടെ എന്ന്. പക്ഷേ എന്താ സംഭവിച്ചത്? മുഖ്യമന്ത്രിയുടെ മകൾ ഇതേ രീതിയിൽ പോയി കർണാടക ഹൈക്കോടതിയിൽ പറഞ്ഞു ഇത് റദ്ദാക്കണമെന്ന്. അവിടെ നിന്ന് കൊട്ടുകൊണ്ടല്ലോ.